ഇന്ന് ആകെ ടെൻഷൻ പിടിച്ചൊരു വീഡിയോ ആണ് കേട്ടോ. മഴ പെയ്തതോടുകൂടെ അസുഖങ്ങൾ കൂടിയില്ലേ. വലിയവർക്ക് തന്നെ ഈ അസുഖം താങ്ങുന്നില്ല, പിന്നെ കുട്ടികളുടെ കാര്യം പറയേണ്ടതുണ്ടോ. നീച്ച് നടക്കാനും ഭക്ഷണം കഴിക്കാനും പറ്റാത്തൊരവസ്ഥ. ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്നുറങ്ങും, കിടത്തിയിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ ഉറങ്ങും ചെയ്യും. വല്ലാത്തൊരവസ്ഥ തന്നെ കേട്ടോ. കാണാനും വയ്യാത്. എന്തെങ്കിലും വീട്ടിൽ വെച്ചുണ്ടാക്കാൻ തോന്നുന്നുണ്ടോ, അതുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കേട്ടോ കുറച്ച് ദിവസങ്ങൾ ഞാൻ കടന്നു പോയത്. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ആകെ ടെൻഷൻ പിടിച്ച് കുറച്ച് ദിവസങ്ങളിലൂടെയായിട്ട് ഞാൻ ഇതുവരെ കടന്നു പോയത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഫിനിമോൾക്ക് ഒരാഴ്ചയായിട്ട് പനിയും ഛർദിയും തലചുറ്റും എല്ലാം കൂടി ഒരു അസുഖട്ടെ. ഞാൻ ആകെ ടെൻഷനായി. അവളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും തിന്നണില്ല, തിന്നാനാണെന്നുണ്ടെങ്കിൽ വയ്ക്കണില്ലിട്ട് അവളെ കൊണ്ട്. അവളെ പറഞ്ഞിട്ടും കാര്യമില്ല, എണീക്കാനും വയ്യ. അങ്ങനത്തെ ഒരവസ്ഥ. എന്തെങ്കിലും ഒരു തുള്ളി കഞ്ഞിവെള്ളം കുടിക്കാതെ കുടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഛർദ്ദിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഒന്നും തിന്നാൻ വയ്യായിട്ട് ബ്രെഡ് തിന്നോട്ടെ വിചാരിച്ചു അത് കൊണ്ടുവന്നു. അതും അവൾക്ക് ആവശ്യമില്ല കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ബ്രെഡൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനും കൂടി അവൾക്ക് ആവശ്യമില്ലാത്തൊരു ടൈമും കൂടി ആയി. പിന്നെ അത് ഞാൻ കഞ്ഞി ഒരു ഇത്തിരി കൊടുക്കാമെന്ന് വെച്ചിട്ട് വിളിച്ചോണത്താണ് കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വയ്യാതായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെച്ചുണ്ടാക്കാനും തോന്നില്ല കേട്ടോ. അപ്പം ഞാനൊരു കുറച്ച് ചോറ് വെച്ചു, പിന്നെ ഇത്തിരി ചമ്മന്തിയും കൂടി അരച്ചു. അത് മതിയെന്ന് വിചാരിച്ചു. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇക്കയില്ലേനും ഉച്ചയ്ക്ക്. ഇക്കഞ്ഞപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെന്താ കൊടുക്കുന്നത് അത് തിന്നൂട്ടോ. അതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് അവളെ വിളിച്ചോണത്തേട്ടാ. അപ്പോൾ ഒന്ന് കുൽക്കൊഴിപ്പിച്ചാണ്. അപ്പോഴും ഛർദിക്ക് തന്നെയാണ് ആള്. പിന്നെയാണെന്നുണ്ടെങ്കിൽ അവളാണെന്നുണ്ടെങ്കിൽ എന്ത് ചോദിച്ചാലും അതിന് മറുപടി പറയില്ല. അവൾക്ക് കേൾക്കുന്നത് ഭയങ്കര ക്ഷീണട്ടെ. അവൾ ഇങ്ങനെ കേൾക്കുന്നത് കാണുമ്പോഴാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമവും വരും കേട്ടോ. അങ്ങനെ ഞാൻ അവളോട് ഒരു ഇത്തിരി കഞ്ഞി കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇത്തിരി മതി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കിടന്നു കിട്ടാം. എന്നാൽ ഞാനങ്ങനെ കഞ്ഞി എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കഞ്ഞിയും ഒരു ഇത്തിരി ചമ്മന്തിയാണത്. അവൾക്ക് പെട്ടെന്നുണ്ടായ പനിയാണ് കേട്ടോ. രാത്രി കിടക്കുന്നതിൻ്റെ ഇടയിൽ എണീറ്റിട്ട് ഭയങ്കര ഛർദിയാണ് ഉണ്ടായി. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു പനിയും വറയലും എല്ലാം കൂടി കേട്ടോ. അപ്പോഴേ ഞാൻ പിന്നെ ഗുളികയൊക്കെ കൊടുത്തു. എന്നിട്ട് എണീറ്റപ്പോഴും ഭയങ്കര പനി തന്നെയായിരുന്നു. കുട്ടിയൊക്കെ വയ്യാതായ നമുക്ക് പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലേ. അവൾക്ക് ഒന്നും കുടിക്കാനൊന്നും തോന്നണില്ല കേട്ടോ. എന്നാലും ഒരു ഇത്തിരി കഞ്ഞിവെള്ളമെങ്കിലും ആയാൽ അതായല്ലോ എന്ന് വെച്ചിട്ടാട്ടോ ഞാൻ അങ്ങനെ കൊണ്ടുവരുന്നത്. പിന്നെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അടഞ്ഞു കിടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ. അപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് കുറച്ച് നേരം ഇങ്ങനെ കൊലയുമ്പോൾ കൊണ്ടുവന്ന് ഇരുത്തൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഇരിക്കും, പിന്നെ കിടക്കണമെന്ന് പറയും. എവിടെയാണോ ഇരിക്കുന്നത് കിടക്കുന്നത് അപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യും കേട്ടോ അവൾ. അങ്ങനെയാണ് കേട്ടോ ഈ പനി വന്നതിന് ശേഷം അവൾക്കുണ്ടായ ഒരു ക്ഷീണം. കഞ്ഞി കുടിച്ചതിന് ശേഷം വേണം നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ അങ്ങോട്ട് കൊണ്ടുപോകാനെന്ന് വെച്ചതായിരുന്നു. അപ്പോൾ ഏതായാലും കഞ്ഞി ആവട്ടെ എന്ന് വെച്ചു. പിന്നെ ഇത് 2 സ്പൂൺ കഞ്ഞിയാട്ടോ കുടിച്ചത്. പിന്നെ മതിയെന്ന് പറഞ്ഞു. കണ്ടില്ല, ഇത്രയും കഞ്ഞി ബാക്കിയാണ് കേട്ടോ. അവൾക്ക് കുടിക്കാൻ വയ്ക്കൊന്നുമില്ല. അതുകൊണ്ടാണ് വീണ്ടും കിടക്കണം എന്ന് പറഞ്ഞു അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ വണ്ടി വരുന്നത് വരെ കടന്നോന്ന് പറഞ്ഞിട്ട് കിടക്കായിരുന്നു കേട്ടോ. നമ്മുടെ അടുത്തുള്ള പിന്നെ ഹോസ്പിറ്റലിലേക്ക് തന്നെ, പക്ഷേ നടക്കാൻ വയ്യല്ലോ. അപ്പോൾ പിന്നെ വണ്ടിക്ക് പോകാമെന്ന് വെച്ചു. അങ്ങനത്തെ ഞാൻ അവളും കൂടി തന്നെ കേട്ടോ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ. കാരണം ഞാൻ ഒറ്റയ്ക്കല്ലേ. അവളെ പിടിക്കുമ്പോൾ ഇടയ്ക്ക് തല ചുറ്റുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, മരുന്ന് വേണം. പിന്നെയുള്ള സീനൊന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. കാരണം അവൾക്ക് തീരെ വയ്യായത്. അപ്പോൾ എനിക്കും തന്നെ ഒരു മൂഡില്ലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ മരുന്നൊക്കെ കൊടുത്തു. ഇത് പിറ്റേ ദിവസം മുതലുള്ള പിന്നെ വീഡിയോ ആണ്. അപ്പോൾ അവൾക്ക് ചെറിയൊരു മാറ്റമൊക്കെ വന്നിരുന്നു. അപ്പോൾ ഒന്നും കൊണ്ട് പനി ഭേദമായപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് പാൽച്ചായയും ബ്രെഡും മതി എന്ന് പറഞ്ഞിട്ട് അതുണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്കുള്ള ദോശയാണ് ഉണ്ടാക്കുന്നത്. അവൾക്ക് കഴിയുന്ന പോലെ അവൾ തിന്നട്ടെ എന്ന് വെച്ചു. ഏതായാലും ഞമ്മക്കൊന്നും തന്നെ പനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കഴിക്കാനൊന്നും തോന്നില്ലല്ലോ അല്ലേ. പിന്നെ കുട്ടികളുടെ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ പറയേണ്ടതുണ്ട്. പിന്നെ എന്നുണ്ടെങ്കിൽ അതിലൂടെ ഛർദ്ദിക്കുകയും ചെയ്യാം. അപ്പോൾ പിന്നെ ഞാൻ അവൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ തിന്നാൻ കഴിയുന്നത് അത് തിന്നോട്ടെ എന്ന് വെച്ചു. അങ്ങനെ ദോശ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ അത് ചോറിൻ്റെ കൊടുക്കുക ഇങ്ങോട്ട് തന്നെ വെച്ചു. ഇത് പിന്നെ ചൂടെടുപ്പത്ത് വെള്ളം വെക്കുകയാണ് കേട്ടോ. ഞാൻ ചോറിൻ്റെ മുകളിൽ ഈ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുക. അങ്ങനത്തെ അരി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ മനസ്സൊക്കെ എന്തൊക്കെയോ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം അരി എടുത്തത് പിന്നെ പാത്രം മാറിപ്പോയിട്ടാണ്. എന്നിട്ട് കഴുകിയതിന് ശേഷമാണ് അറിഞ്ഞത് അത് പച്ചരി ആയിരുന്നല്ലോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതവിടെ വെച്ചിട്ട് വീണ്ടും റേഷൻ അരി എടുത്തിട്ട് കഴുകിയിട്ട് വീണ്ടും അത് പിന്നെ കുടുക്കയൊക്കെ ഇട്ടു. അപ്പോൾ പച്ചരി ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി എന്തെങ്കിലും കടി നാളെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട്. പിന്നെ അത് കറി ഗ്രീൻ പീസ് ആയിരുന്നു.
എനിക്ക് ഫിനിമോൾ ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് എന്തൊക്കെയോ ടെൻഷൻ വരട്ടെ. എനിക്കാണെന്നുണ്ടെങ്കിൽ പണിയെടുക്കുന്നൊന്നും നീങ്ങുന്നില്ല. ഞാൻ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇടക്കിടക്ക് പോയി നോക്കൂട്ടാ. ഈ ഷിബിലി മോൻക്കാണെന്നുണ്ടെങ്കിൽ സ്കൂളുള്ളതാണ്. അപ്പോഴേക്ക് അവനക്ക് എന്തെങ്കിലും കൊണ്ടുപോകാൻ ആക്കും വേണ്ടേ. അങ്ങനത്തെ കേബേജ് ഉപ്പേരിക്കുള്ളതാണ് അരിയുന്നത്. അപ്പോൾ ആദ്യം അതൊന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് ചോപ്പറിൽ പിന്നെ ഇട്ടിട്ടൊന്ന് ശരിയാക്കി എടുക്കുകയാണേ. പിന്നെ ഇത് കേബേജിൻ്റെ കൂടെ ഒരു ഉള്ളി ഒരു പച്ചമുളക് ഇട്ടിട്ട് വീണ്ടും ഒന്നും കൂടി കൃഷി ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ദിവസം ആയപ്പോഴേക്കും എനിക്കും ചെറുതായിട്ടൊരു പനിയൊക്കെ വന്നു കേട്ടോ. അപ്പോൾ അവളെ പോലെ കൂടുതലായിട്ടൊന്നുമില്ല, എന്നാലും ചെറിയൊരു രീതിയിൽ. പിന്നെ ഇത് ഒരു പാനിൽ ഒരിത്തിരി വെളിച്ചെണ്ണയും കടുകും വേപ്പിൻ്റെയും ഒക്കെ ഇട്ടുകൊണ്ട് അതൊന്ന് പൊട്ടിത്തെറിച്ചതിന് ശേഷം ഇത് കേബേജ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി ഉപ്പും ഇട്ട് കൊടുത്തോണ്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കുകയാണേ. നമ്മൾക്ക് അത്ര അസുഖം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതൊന്നും ഒരു വക വെക്കൂലല്ലേ. കുട്ടികൾക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ അസുഖമൊന്നും പിന്നെ നമുക്കതൊരു വിഷയമാവില്ലല്ലേ. ഞാൻ പിന്നെ ചെറുതായിട്ട് അങ്ങനെ ശരീരം വല്ലാതെ ഇളകാത്ത രീതിയിൽ എൻ്റെ പണികളൊക്കെ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇക്കാക്കും മക്കൾക്കൊക്കെ വെച്ചുണ്ടാക്കി കൊടുക്കില്ലേ. അങ്ങനെ അതിൻ്റെ ഇടയിലൂടെ പാത്രങ്ങൾ ഒരുപാട് കഴുകാണ്ടായിരുന്നു. അത് കഴുകി അപ്പോഴേക്കും ഷിബിലി മോന് വന്നിട്ടാ. ഷിബിലി മോന് വന്ന പാടെ അവളുടെ അടുത്ത് കിടക്കുകയാണ് കേട്ടോ. അവളോടൊക്കെ ചോദിച്ചറിയായിരുന്നു. അപ്പോൾ അവനക്ക് സ്കൂളുള്ളതല്ലേ, ഞാനിനി ചായ കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാനും അടുക്കളയിലോട്ട് പോന്നു. അങ്ങനെ അവളെ വിളിച്ചെടുത്തിയത് അവനാണ്. പിന്നെ ഇത് കേബേജ് പേര് ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ തക്കാളി കറി ആയിട്ട് അവനത് കൊണ്ട് പോയിക്കോട്ടെ എന്ന് വെച്ചു. തക്കാളി ഒരിത്തിരി വെളിച്ചെണ്ണയിൽ കടുക് കൊണ്ട് പൊട്ടിച്ചെറിച്ചതിന് ശേഷം ഇത്തിരി വേപ്പില ഇട്ട് കൊടുത്തു. എന്നിട്ട് തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ഒരിത്തിരി ഉപ്പും കൂടി ഇട്ടെടുത്തിട്ട് നല്ലോണം ചെറിയ സിമ്മിലിട്ടൊന്ന് വേവിച്ചെടുത്താണ് കേട്ടോ. അങ്ങനെ അത് വേവിക്കാൻ വെച്ചുകൊണ്ട് ചോറ് വന്ന് നോക്കുകയാണ്. ചോറ് നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിൽ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവൾക്ക് ചെറിയരി കഞ്ഞി വെക്കാമെന്ന് വെച്ചിട്ടോ. അപ്പോൾ അവളോട് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അവൾക്ക് കഞ്ഞി ഇഷ്ടമാണ്, പക്ഷെ ചെറിയരി കഞ്ഞി ഇഷ്ടമല്ല കേട്ടോ. അവൾ എപ്പോൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ ചോറില്ല ആ കഞ്ഞി തന്നെ കേട്ടോ അവളെ കുടിക്കാറ്. പിന്നെ ഇത് കഞ്ഞിവെള്ളം കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ചു. ഡോക്ടർ പറഞ്ഞിരുന്നു കഞ്ഞിവെള്ളം നല്ലോണം കൊടുക്കുകയാണ്, കുറച്ച് ഉപ്പിട്ടിട്ട് ക്ഷീണം മാറിക്കോളും എന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ. അപ്പോൾ കഞ്ഞിവെള്ളം അങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ ഇത് തക്കാളി ഇല്ലേ അത് നല്ലോണം പേസ്റ്റായി വന്നിരുന്നു. അപ്പോൾ അതിലേക്ക് ഒരു ഇത്തിരി കഞ്ഞിവെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തു. അങ്ങനെ നമ്മുടെ തക്കാളി കറി റെഡിയായി. എന്നിട്ടൊന്ന് തിളക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. ഒന്ന് തിള വന്നതിന് ശേഷം ഒരിത്തിരി ചപ്പും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അല്ലേ കഞ്ഞിവെള്ളം. അതുപോലെ തന്നെ ചപ്പൊക്കെ ഇടുമ്പോൾ നമ്മൾ ഷിബിലി മോൻക്ക് ആദ്യം തക്കാളി കറി ഇഷ്ടമേ അല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവനക്ക് ഇഷ്ടമാണ്. അപ്പോൾ സ്കൂൾക്കുള്ളതൊക്കെ റെഡിയാക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചൂടോടെ പാത്രത്തിൽ കാക്കണ്ടെന്ന് വെച്ചിട്ട് ഞാനൊന്ന് ചൂട് ആറാൻ വേണ്ടി വെച്ചതായിരുന്നു. അങ്ങനെ അവനക്കുള്ളത് ആദ്യം തന്നെ അങ്ങോട്ട് ആക്കി കൊടുത്തു. എന്നാൽ പിന്നെ അവൻ്റെ പോയ എനിക്ക് അവൾ നല്ലപോലെ നോക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഞാൻ ഫിനിമോൾ അങ്ങനെ വിളിക്കായിരുന്നു, എണീറ്റ് വാ ഷാർത്തിൻ്റെ ഗുളിക ഭക്ഷണം കഴിക്കുന്നതിൻ്റെ 20 മുന്നേ കുടിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി വിളിച്ച് ഉണർത്തിയതാണ്. പിന്നെ എന്നുണ്ടെങ്കിൽ പനി വിട്ടിരുന്നു കേട്ടോ. പനി പെട്ടെന്ന് തന്നെ വിട്ടു, പക്ഷെ അവളുടെ ഛർദി അങ്ങോട്ടാണ്ട് വിടുന്നത്. ഇവളാണെന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ ഗുളിക ചവച്ച് കുടിച്ചിരുന്ന ആളായിരുന്നു കേട്ടോ. ഇപ്പോഴാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തേനിൽ വേണം ആൾക്ക്. പിന്നെ അതുപോലെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ പോരുട്ടോ. അപ്പം ഞാൻ അവളുടെ ഇഷ്ടം കൊണ്ട് തന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് തേനിലന്നെയാണ് കൊടുക്കുന്നത്. ഏതായാലും വലിയല്ല, നമ്മൾ കുറേ നിർബന്ധിച്ചിട്ടൊന്നും കാര്യമില്ല. അഥവാ അത് ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഇടങ്ങാറാവും. പിന്നെ അത് നടക്കുമ്പോൾ കണ്ടില്ല നിങ്ങൾ ആടെയാണ്, കാരണം ശരീരത്തിൽ ഒന്നും ചെല്ലുന്നുണ്ട്. അതാണ് അവൾക്ക് തലചുറ്റലൊക്കെ വരുന്നത്. പിന്നെ അത് ഷിബിലി മോനെ അവന് പോകാനായപ്പോഴേക്കും അവൻ്റെ വെള്ളം അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെന്താ ചെയ്യല്, അവൻക്കൂലെ വിശക്കൂലെ. അങ്ങനെ അവനെ ചായയും കുടിച്ചുകൊണ്ട് ഫിനിമോളോട് പറയണം മരുന്നൊക്കെ കുടിക്കണം എന്നൊക്കെ പറഞ്ഞ് അവൻ ഓരോ തമാശ പറഞ്ഞുകൊണ്ട് കേട്ടോ അവന് പോകുന്നത്. അപ്പോൾ എന്നോടും പറയണം കേട്ടോ നല്ലോണം നോക്കി പിന്നെ ഭക്ഷണമൊക്കെ കൊടുക്കി എന്നൊക്കെ പറയായിരുന്നു കേട്ടോ. അവന് ഭേദമില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഡോക്ടറെ കാണിച്ചാടി എന്നൊക്കെ പറഞ്ഞിട്ട് അവനക്ക് പറയാനുള്ളതും കൊണ്ട് അവൻ പോവുകയാണ്. അപ്പോൾ പോണ പോക്കിൽ അവിടെ മാറാലുണ്ടായിരുന്നു കേട്ടോ. ഇതും പിന്നെ എട്ടുകാലിങ്ങനെ വല കെട്ടിയിട്ട്, അപ്പോൾ അതും ഇവൻ്റെ മുഖത്തായിട്ട് അതാണ് കേട്ടോ ഒക്കെ ശരിയാക്കി എടുക്കുന്നത്. അങ്ങനെ അവന് പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ മുറ്റടിച്ച് തരുവാണ്ടാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഫിനിമോട് ഞാനങ്ങനെ പറയായിരുന്നു, ഇങ്ങനെ കിടക്കല്ലേ ഇവിടെ വന്നിരിക്കുക ഞാൻ ചെയ്യുന്നത് കാണുമെന്ന് പറഞ്ഞിട്ട് വെറുതെ വന്നിരിക്കാൻ പറഞ്ഞാണ് കേട്ടോ. അങ്ങനെ കിടക്കുന്നത് എനിക്ക് കാണാൻ വയ്യനും മരുന്നും കുടിച്ചതാണ്. അപ്പോൾ കുറച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരും ചെയ്യും. അപ്പോൾ ഞാൻ ഇവിടെ അങ്ങനെ വന്നിരിക്കാൻ പറഞ്ഞതായിരുന്നു. ആൾക്ക് വലിയൊരു ഉഷാറൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഞാൻ അടിച്ച് വാരുന്നത് അവൾ കാണുന്നുണ്ട്. പിന്നെ ഇത് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ്. ആൾ ചിലപ്പോൾ ആ റൂമിൽ കൊടുക്കും, എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ റൂമിൽ കൊടുക്കട്ടെ. ആൾക്ക് സ്ഥിരമായിട്ടൊരു റൂമൊന്നും ഇല്ല കേട്ടോ.
അങ്ങനത്തെ എൻ്റെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചായ കുടിക്കാൻ വേണ്ടി വിളിക്കായിരുന്നു കേട്ടോ. അപ്പോൾ പാലാണ് എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പാൽ ഇപ്പോഴെന്നെ കുടിക്കേണ്ട, ചുമയൊക്കെ ഉള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ പാൽ പിന്നെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പാൽ ചായയാണ് ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ ബ്രെഡും പാൽ ചായയും കൊടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞത് എനിക്ക് പാൽ ചായ മതി, പിന്നെ ബ്രെഡ് വേണ്ടാന്ന് കേട്ടോ. എന്നാൽ പിന്നെ ആവണ്ടായിക്കോട്ടെ എന്ന് വെച്ചു. ഞാൻ പിന്നെ മക്കൾക്ക് വയ്യാതായി കഴിഞ്ഞാൽ പിന്നെ നിർബന്ധിക്കൊന്നുമില്ല കേട്ടോ. കാരണം ഞമ്മക്ക് തന്നെ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിന്നാൻ വയ്ക്കില്ലല്ലോ. അപ്പോൾ പിന്നെ കുട്ടികൾക്കും അതുപോലെ തന്നെയല്ല, അവർക്കും തിന്നാൻ കഴിയില്ലല്ലോ. നമ്മൾ നിർബന്ധിച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങോട്ട് റിട്ടേൺ പോരും. പിന്നെ എന്തിനാ അവരെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്. അവർക്ക് കഴിക്കുന്നത് എപ്പോഴാണ് വയ്ക്കണത് അങ്ങനെ കഴിച്ചോളൂ എന്ന് വെക്കും. അപ്പോൾ അതേ ബ്രെഡ് ഞാൻ അങ്ങോട്ട് തന്നെ മാറ്റി വെച്ചു. പിന്നെ ഞാൻ അവിടെയൊക്കെ ഒന്ന് ഒതുക്കി ക്ലീൻ ആക്കട്ടെ എന്ന് വെച്ചായിരുന്നു. അപ്പോഴാണെന്നുണ്ടെങ്കിൽ അവൾക്ക് കിടക്കണം തന്നെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ ഇരിക്കുമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ അവളെ കൊണ്ട് കഴിയണില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ അവിടെ പോയി കിടക്കുമെന്ന് പറഞ്ഞു. ആൾക്ക് ഭയങ്കര തണുപ്പും ഒക്കെയാണ് കേട്ടോ. പനിക്കുമ്പോൾ പിന്നെ ശരീരവേദനയും പിന്നെ തണുപ്പൊക്കെ കൂടുതലായിരിക്കുമല്ലോ അല്ലേ. എന്നാൽ പിന്നെ അവൾ കിടക്കട്ടെ എന്ന് വെച്ച് ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കി വെക്കുകയാണ്. എനിക്ക് ഇങ്ങനെ കിടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തോ പോലെയൊക്കെ തോന്നട്ടെ. ഞാൻ എപ്പോഴാണെന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ ഒക്കെ ക്ലീനാക്കി എടുക്കാറാണ്. അപ്പോഴേക്കത് ചോറ് ഞാൻ ഊറ്റി വെച്ചിരുന്നു. അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാണ് കേട്ടോ. അതൊക്കെ നല്ലപോലെ എടുത്ത് വെച്ചാൽ തന്നെ അടുക്കള കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാവുമല്ലോ അല്ലേ. എനിക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റേതായ മട്ടത്തിൽ വെക്കും വേണം. അങ്ങനത്തെ പാത്രം കഴുകലും ക്ലീനാക്കലും ഒക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയിലൂടെ ഞാൻ 2 ദോശ തിന്നിരുന്നു കേട്ടോ. എനിക്കൊന്നും തന്നെ പനിക്കണ കാരണം കൂടുതലൊന്നും തിന്നാനൊന്നും വയ്യ. പിന്നെ ഞാൻ ഗുളിക ഉണ്ടായിരുന്നു, അതൊന്ന് കുടിക്കുകയാണ്. ഇപ്പോഴത്തെ പനി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണല്ലേ. പിന്നെയാണെന്നുണ്ടെങ്കിൽ പകർച്ചപ്പനിയാണ്. വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്നായിട്ട് എല്ലാവർക്കും വരില്ല. അങ്ങനെയാണ് ഇവിടുത്തെ പനിയിലെ. ഇവിടെ ഇപ്രാവശ്യം എനിക്കും ഫിനിമോൾക്കാണ് കേട്ടോ വന്നത്. എനിക്ക് കൂടുതലായിട്ടൊന്നുമില്ല, ചെറിയ രീതിയിലേ ഉള്ളൂ. നമ്മുടെ ഫിനിമോൾക്കാണ് കേട്ടോ ഭയങ്കര സ്ട്രോങ് ആയിട്ട് വന്ന. ഏതായാലും ഇനി ആർക്കും വരാതിരിക്കട്ടെ അല്ലേ. അള്ളാഹു എല്ലാവരെയും തൊട്ട് കാക്കട്ടെ. ഏതൊരു വീട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പനിയില്ലാത്ത വീടുകളില്ല കേട്ടോ നമ്മുടെ അടുത്തൊക്കെ. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിൽ അവിടെയും തന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ അവളെയും കൊണ്ട് അവിടെ പോയി നിൽക്കാനും വയ്യാത്ത, അവൾക്ക് ഇങ്ങനെ തല ചുറ്റുണ്ടെന്ന് അങ്ങനെ പറയായിരുന്നു കേട്ടോ. ഏതായാലും എത്രയും പെട്ടെന്ന് അള്ളാഹു അസുഖങ്ങളൊക്കെ ഷിഫയാക്കി തരട്ടെ അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.